രാഷ്ട്രീയ ഭൂപടത്തിൽ വൈറ്റില എന്ന ജംഗ്ഷൻ കേവലം ഒരു ഗതാഗത കേന്ദ്രം മാത്രമല്ല, അതൊരു വലിയ പ്രതിഷേധത്തിന്റെ പ്രഭവ കേന്ദ്രം കൂടിയാണ്. 4 വർഷം മുൻപ് കൊച്ചിയിലെ ആ തിരക്കേറിയ പാതയിൽ രൂപപ്പെട്ട വൈരത്തിന്റെ പുകപടലങ്ങൾ പ്രവാസ ലോകത്തെ ഒരു വിമാനത്താവളത്തിൽ സ്നേഹത്തിന്റെ ആലിംഗനമായി മാറിയ വാർത്തയാണ് ഇന്ന് മലയാളി സമൂഹത്തിനിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുന്നത്. നടൻ ജോജു ജോർജും കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷിയാസും തമ്മിലുള്ള ഈ കൂടിച്ചേരൽ കേവലം 2 വ്യക്തികളുടെ സൗഹൃദം എന്നതിലുപരി മാറിയ കാലത്തെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെയും വിട്ടുവീഴ്ചകളുടെയും നേർചിത്രമാണ്. വൈറ്റിലയിലെ ആ കലുഷിതമായ പകൽ 2021 പെട്രോൾ വിലവർദ്ധനവിനെതിരെ കോൺഗ്രസ് നടത്തിയ റോഡ് ഉപരോധം കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു. സമരങ്ങൾ പലപ്പോഴും സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കാറുണ്ടെങ്കിലും വൈറ്റിലയിലെ ആ സമരം വ്യത്യസ്തമായത് ജോജു ജോർജ് എന്ന നടന്റെ ഇടപെടലിലൂടെയായിരുന്നു. കിലോമീറ്ററുകളോളം നീണ്ട ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയ ജോജു കാറിൽ നിന്നിറങ്ങി സമരക്കാരോട് കയർത്തത് വലിയ വാർത്താ പ്രാധാന്യം നേടി. ഞാൻ ഷോ കാണിക്കുകയല്ല, ഇവിടെ രോഗികളുണ്ട്, ജോലിക്ക് പോവേണ്ടവരുണ്ട്, അവരെയൊക്കെ തടഞ്ഞിട്ട് എന്ത് സമരമാണ് നിങ്ങൾ നടത്തുന്നത് എന്ന ജോജുവിന്റെ ചോദ്യം ഒരു വലിയ ജനവിഭാഗത്തിന്റെ വികാരമായിരുന്നു. എന്നാൽ ഒരു സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ അസ്തിത്വത്തിന് നേരെയുള്ള വെല്ലുവിളിയായി തോന്നി.